ഹായ് ഓൾ. നമുക്ക് 4 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും പിന്നീട് അതെങ്ങനെ അവരുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ ബാധിക്കുന്നു എന്നും നോക്കാം. ആദ്യത്തെ ഒരു കുട്ടി വളരെ വാമായിട്ടുള്ള, വളരെ കൈൻഡ് ആയിട്ടുള്ള, വളരെ സ്നേഹം കൊടുക്കുന്ന ഒരു പേരൻസിന്റെ ഇടയ്ക്ക് ജനിച്ച ഒരു കുട്ടി. ആ കുട്ടി ഒന്ന് വീണ് കഴിഞ്ഞാൽ ആ പേരൻസ് ചെന്ന് എടുക്കുന്നു, അതിനെ ആശ്വസിപ്പിക്കുന്നു. കരയുന്നത് ഒരു വീക്ക്നെസ് ആണെന്ന് ഒരിക്കലും ആ കുട്ടി അവർ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് നോർമൽ ആണ് എന്നുള്ള രീതിക്കാണ് പഠിപ്പിക്കുന്നത്. ഈ കുട്ടിക്ക് ഉറപ്പാണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും, അവർ തന്നെ മനസ്സിലാക്കും എന്ന്. അപ്പൊ കുട്ടി പഠിക്കുന്നത് ഈ ലോകം തനിക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. വളർന്നു വരുമ്പോഴും തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചുറ്റുമുള്ളവര് തന്റെ കൂടെ കാണും എന്നുള്ളൊരു വിശ്വാസം ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്റിമസി ആണെങ്കിലും ഇൻഡിപെൻഡൻസ് ആണെങ്കിലും ഒരുപോലെ ഈ കുട്ടിക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഇത് തമ്മിലാണ് നമ്മൾ വളർന്നു വരുമ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി വളർന്നു വന്ന ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിലേക്കോ ഒക്കെ കടക്കുന്ന സമയത്ത് കുട്ടി ആ ആളുടെ കൂടെ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും സെക്യൂർ ഫീലിങ്ങിന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഒരിക്കലും ഒരു ഇൻസെക്യൂരിറ്റി പാറ്റേൺ കാണത്തില്ല. എപ്പോഴും അയാൾ സെക്യൂർ ആയിരിക്കും. അതുപോലെ തന്നെ സ്വന്തം നീഡ്സ്, അത് ഇമോഷണൽ ആണെങ്കിലും മറ്റെന്തെങ്കിലും നീഡ്സ് ആണെങ്കിലും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കും ഇത്. അത്യാവശ്യം നല്ല സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളും ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു കുട്ടിയിലേക്ക് വരാം. ആ കുട്ടിയുടെ പേരൻസ് കുട്ടി ഇമോഷണലി നെഗ്ലക്ട് ചെയ്യുന്നവരാണ്, ഇമോഷണലി അവോയ്ഡ് ചെയ്യുന്നവരാണ്. അപ്പൊ അത്തരം ഒരു കുട്ടി വീഴുമ്പോൾ ചിലപ്പോൾ ഈ പേരൻസ് മൈൻഡ് ചെയ്യില്ല. കുട്ടി കരയുകയാണെങ്കിൽ ഇത്ര ചെറിയ കാര്യത്തിന് നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കും. കരയുന്നത് വീക്ക്നെസ് ആണ് എന്നുള്ള രീതിക്ക് പറഞ്ഞിരിക്കാം. കുറച്ചുകൂടെ വലുതാകുമ്പോൾ കരയുമ്പോൾ നീ എന്തിനാ ഈ ഡ്രാമ കാണിക്കുന്നത് എന്ന് ചോദിച്ചെന്നിരിക്കാം. അപ്പൊ അത്തരം ഒരു കുട്ടിക്ക് മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ എന്റെ ഫീലിങ്സ് കാണിച്ചാലും മനസ്സിലാക്കാൻ ആരുമില്ല. ഫീലിങ്സ് കാണിക്കുന്നത് വീക്ക്നെസ് ആണ്. ഈ ലോകം എനിക്ക് അത്ര സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല. ഞാൻ എന്നിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്താലേ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുട്ടി വളർന്നു വരുമ്പോഴും ആരുമായിട്ടും കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറും. അങ്ങനെ ഒരു കുട്ടി ഇതുപോലെ തന്നെ റിലേഷൻഷിപ്പിലേക്കും ഫ്രണ്ട്ഷിപ്സിലേക്കും ഒക്കെ വരുമ്പോൾ തുറന്ന് സംസാരിക്കാത്തത്, ഇമോഷൻസ് തുറന്ന് പറയാത്തത് ഒക്കെ ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമായിട്ട് വന്നേക്കാം. പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സെക്യൂർ അറ്റാച്ച്മെന്റോ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റോ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഈ അവോയ്ഡന്റ് ബിഹേവിയർ ഒരു സ്നേഹക്കുറവായി കണ്ടുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇനി മൂന്നാമതൊരു കുട്ടി. ആ കുട്ടിയുടെ പേരൻസ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് സ്നേഹവും ഇമോഷൻസും ഒക്കെ കാണിക്കുന്നത്. ചില ദിവസം ഭയങ്കര സ്നേഹം, ചില ദിവസം ആട്ടി അകറ്റുന്നു. അപ്പൊ ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ഈ കുട്ടി കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? എന്ത് ചെയ്താൽ ഇവരുടെ സ്നേഹം എനിക്ക് പിടിച്ചു പറ്റാം? കുട്ടി എപ്പോഴും ആങ്ഷ്യസ് ആണ്. ഇവർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. സ്നേഹം അൺപ്രഡിക്റ്റബിൾ ആണ്, എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഒരു കാര്യമാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അപ്പം ഈ സ്നേഹം വിൻ ചെയ്യാനായിരിക്കും ജീവിതകാലത്തിലുടനീളം ഈ കുട്ടി ശ്രമിക്കുക. എങ്ങനെ സ്നേഹം വിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവരെന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ ഇവരെന്നെ ഇട്ടിട്ട് പോകുമോ, ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, അല്ലെങ്കിൽ അവര് സെറ്റിൽ ക്ലൂസ് നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അയാൾ ചെയ്തത് എന്നെ ഇനി ഭാവിയിൽ ഇട്ടിട്ട് പോകാനാണോ, എന്നിൽ നിന്ന് അകലുവാണോ, ഇത്തരം തോട്ട്സ് ഇവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ഇവരുടെ ഒരു ചിന്തയെന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്നേഹം പോയി പോകും എന്നുള്ളതാണ്. ഞാൻ ക്ലിങ്ങി ആയിട്ട് നിന്നില്ല, ഞാൻ ഓവർലി അറ്റാച്ച്ഡ് ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ അവോയ്ഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവോയ്ഡന്റ് ആയിട്ടുള്ള ആള് ഈ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കും തോറും അയാൾക്ക് ഇത് പേടിയാണ്, വൾണറബിലിറ്റി പേടിയാണ്. അപ്പൊ അയാൾ കൂടുതൽ കൂടുതൽ അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വളരെയധികം വിഷ്യസ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് ഒരു ആങ്ഷ്യസ് അവോയ്ഡന്റ് പാർട്ട്ണർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ പറയുന്നത് ഈ ആങ്ഷ്യസ് ആയിട്ടുള്ളവരും അവോയ്ഡന്റ് ആയിട്ടുള്ളവരും ആയിരിക്കും ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ ആങ്ഷ്യസ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ അവോയ്ഡന്റ് ആകുന്നത് എന്ന് ഇത്തരം പാർട്ട്നേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയധികം പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതൊരു സ്നേഹക്കുറവ്, അടുപ്പക്കുറവ് ഒക്കെ ആയിട്ടായിരിക്കും റിലേഷൻഷിപ്സിൽ വായിക്കപ്പെടുന്നത്. ഇനി നാലാമത്തെ ഒരു കുട്ടി വളർന്നു വരുന്നത് എക്സ്ട്രീംലി അബ്യൂസീവ് ആയിട്ടുള്ള സാഹചര്യത്തിലാണെന്ന് വിചാരിക്കുക. അതായത് അവർക്ക് കംഫർട്ട് കിട്ടേണ്ടടുത്തുനിന്ന് അവർക്ക് പേടിയാണ് കിട്ടുന്നത്. കുട്ടി എന്തെങ്കിലും ഹെൽപ്പിനായിട്ട് ഈ അമ്മയുടെ അച്ഛന്റെയോ അല്ലെങ്കിൽ കൂടുതലും കെയർ ഹോംസിൽ അവിടെയുള്ള കെയർ ഗീവേഴ്സിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഈ കുട്ടിയെ അടിക്കുക, അതുപോലെ ചീത്ത വിളിക്കുക, ഇങ്ങനെയുള്ള റെസ്പോൺസസ് ആണ് കിട്ടുന്നതെങ്കിൽ
കുട്ടിക്ക് സ്നേഹവും ഡേഞ്ചറും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാവും. അപ്പൊ ഇവര് സ്നേഹത്തെ ഭയക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവർ വളർന്നു വരുമ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർക്ക് കൂടുതലും അവര് ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലും വേണ്ട, അതുകൊണ്ട് അവർ റിലേഷൻഷിപ്സിലേക്ക് കടക്കും. പക്ഷെ കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു സ്റ്റേജ് വരുമ്പോൾ ഇവർക്ക് കമ്മിറ്റ് ചെയ്യാൻ വളരെയധികം ഭയമായിരിക്കും. അടുപ്പത്തെ ഒരു പരിധിയിൽ കൂടുതലുള്ള അടുപ്പത്തെ അവർ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. അവര് എനിക്ക് ഒറ്റയ്ക്കാവാൻ വയ്യ, എന്നാൽ എനിക്ക് സ്നേഹത്തെ ഭയമാണ്, ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയ്ക്ക് സ്റ്റക്കായി കിടക്കുന്നവരായിരിക്കും ഇവര്. അപ്പൊ കൂടുതലും ചൈൽഡ്ഹുഡ് അബ്യൂസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ളവരിലാണ് ഇതുപോലെയുള്ള ഒരു ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയും, ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈല് ഡെവലപ്പ് ആകുന്നത്. അപ്പൊ ചില സമയത്ത് ഇവർ വളരെയധികം സ്നേഹം കാണിക്കുന്നവരും അതുപോലെ തന്നെ ചില സമയത്ത് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ്, ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ലാത്ത പോലെ ബിഹേവ് ചെയ്യുന്നതായിട്ടൊക്കെ ഇവരുടെ പാർട്ട്നേഴ്സിന് ചിലപ്പോൾ തോന്നും. അടുപ്പം കാണിക്കും തോറും ഇവര് അകന്നകന്ന് പോകുന്നതായിട്ടും ഒരുതരം പേടി പോലെ കാണിക്കുന്നതായിട്ടും തോന്നും. അവോയ്ഡന്റ് ആൾക്കാർക്ക് വൾണറബിലിറ്റി ആണ് പറ്റാത്തത്, അവർക്ക് ഉള്ളിൽ എന്തൊക്കെയുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവര് ഒരു ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്, ഇവർക്ക് പേടി എന്നുള്ള എലമെന്റ് ഭയങ്കരമായിട്ട് ഇതിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ട്രോമ ദേ ഫേസ്ഡ്. അപ്പൊ ഈ 4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണുള്ളത്. അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത്, ഇതൊന്നും ലേബലുകളല്ല, ആളുകളെ ലേബൽ ചെയ്യാൻ. അപ്പം പ്രത്യേകിച്ച് നീ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് അല്ലെങ്കിൽ നീ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാനോ, അതുപോലെ തന്നെ ഞാൻ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആയത് കാരണമാണ് ഞാൻ ഇങ്ങനെ, എനിക്കത് മാറ്റാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു ആർമർ പോലെ അത് യൂസ് ചെയ്യാനോ അല്ല നമ്മൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് മനസ്സിലാക്കേണ്ടത്. അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പറ്റി സെൽഫ് അവെയർ ആകാനും അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിനെ പറ്റി അവയർനെസ് ഉണ്ടാക്കാനും ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഗ്രോ ചെയ്യാനും പറ്റണം. അഫ്കോഴ്സ് ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസസ് ആയിരിക്കാം നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ ഷേപ്പ് ചെയ്തത്. നമുക്ക് എന്തെന്ന് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല, പക്ഷേ അവിടെ നിന്ന് നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്യുന്നു, നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പൊ ഒരിക്കലും ഒരു ലേബലോ ഒരു ഡയഗ്നോസിസോ ഒന്നും അല്ല ഇത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ 4 സാഹചര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ വളർന്നിട്ടും ഞാൻ ഇങ്ങനെയല്ലല്ലോ, ഞാൻ വേറൊരു തരത്തിലാണല്ലോ. അപ്പൊ ഇതൊരു സ്പെക്ട്രമാണ്, ഒരിക്കലും ബോക്സിലിട്ട് അടയ്ക്കാനോ ലേബൽ ചെയ്യാനോ ഉള്ളൊരു സാധനമല്ല. സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിൽ ചിലപ്പോൾ നമുക്കൊരു ആങ്സൈറ്റി മീനിങ് ഉണ്ടായിരിക്കും. അത് ചില ട്രേറ്റ്സ് ഒക്കെ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് പോലെ. അണ്ടർ സ്ട്രെസ്, അതുപോലെ തന്നെ അണ്ടർ സ്ട്രെസ് ചില ആൾക്കാർ അവോയ്ഡന്റ് ആവും. അപ്പം ഇത് യു ആർ അവോയ്ഡന്റ്, യു ആർ ആങ്ഷ്യസ് അങ്ങനെയൊന്നും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. അവോയ്ഡന്റ് ആങ്ഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഉണ്ട്, രണ്ടുകൂടെ കോമ്പിനേഷൻ ഉള്ളവരും ഉണ്ട്. അങ്ങനെ ഇതിന്റെ കോമ്പിനേഷൻസും ഒരാളിൽ എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ വളരെ സെക്യൂർ ആയിട്ടുള്ള എൻവയൺമെന്റിൽ വളർന്നിട്ടുള്ളവരിലും ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ടാകാം. അതിന് കാരണം അവരുടെ ജെനറ്റിക്സ്, പിന്നീട് ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ട്രോമാസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ചീറ്റിങ്, ട്രസ്റ്റ് പോകുന്ന കാര്യങ്ങളൊക്കെ സബ്സിക്വന്റ് റിലേഷൻഷിപ്പിലുള്ള അവരുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ ബാധിക്കാം. അതുപോലെ തന്നെ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ വളർന്നിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ വളർന്നു വരുമ്പോൾ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അവർക്ക് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ അവർക്ക് വേറെ എവിടെന്നെങ്കിലും ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നോ ഗ്രാൻഡ് പേരൻസിന്റെ കയ്യിൽ നിന്നോ അവർക്ക് ആവശ്യമായിട്ടുള്ള കംഫർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. വളർന്നു വരുമ്പോൾ അവർ ചിലപ്പോൾ ഒരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിക്കുമ്പോൾ അവരുടെ ഇൻസെക്യൂരിറ്റി ഒക്കെ മാറി അവരുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മാറി ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് മാറിയെന്നിരിക്കുക. അപ്പം ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് വളരെ ഇവോൾവിംഗ് ആണ്. അല്ലാതെ ഞാനിപ്പോ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നല്ല. നമ്മൾ എപ്പോഴും ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ്ലി നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇൻസെക്യൂർ ട്രേറ്റ്സ് ഉണ്ടോ എന്ന് തിരിച്ചറിയുക, അതിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. സെൽഫ് അവയർനെസ്, ആവശ്യമുണ്ടെങ്കിൽ തെറപ്പി നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കിയാലും നമുക്ക് അവരെയും ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. എത്ര ഒരു പാർട്ട്ണർ ഹെൽപ്പ് ചെയ്താലും നമ്മൾ വിചാരിക്കാതെ നമുക്ക് അതിൽ നിന്നും മാറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സെൽഫ് അവയർനെസ്, തെറപ്പി, അതുപോലെ തന്നെ നമ്മളിപ്പം ഉള്ള റിലേഷൻഷിപ്പിലുള്ള നമ്മുടെ പാർട്ട്ണർ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളാണോ, നമ്മുടെ റിലേഷൻഷിപ്പ് സെക്യൂർ ആണോ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സെക്യൂർ ആക്കി നമുക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ തിരിച്ചും നമ്മൾ സെക്യൂർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക്, റെഡ് ഫ്ലാഗ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയാൽ നമ്മൾ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഒരാൾക്ക് തന്നെ ഡിഫറെന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ടായിരിക്കാം. അയാൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആയിരിക്കത്തില്ല ചിലപ്പോൾ അയാൾക്ക് ഫ്രണ്ട്ഷിപ്പിലുള്ളത്, മറ്റ് ഫാമിലി മെമ്പേഴ്സും ആയിട്ടുള്ളത്. ചിലപ്പോൾ ചിലർക്ക് എല്ലാവരോടും ഒരേ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആയിരിക്കും ഉള്ളത്. അപ്പം ഒരിക്കലും നിങ്ങൾ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ലേബൽ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ പാർട്ട്ണറിനെ മനസ്സിലാക്കാനും
നമ്മൾ റിലേഷൻഷിപ്പ് ഒരു ബെറ്റർ പ്ലേസിലാവാനായിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അതായത് നമുക്ക് ഉണ്ടായ ട്രോമയെ അതിജീവിച്ച് സർവൈവ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു കോപ്പിംഗ് മെക്കാനിസമാണ് ഈ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഗ്രോ ചെയ്യാൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കണം ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റിയുള്ള അവയർനെസ്. ഇപ്പോൾ കേരളത്തിൽ ജനിച്ചു വന്ന കുറെ ആളുകൾക്കും ഈ ഒരു 90s ജനിച്ചിട്ട് വളർന്നു വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ സെക്യൂർ ആയിട്ടൊരു എൻവയോൺമെന്റിലൊന്നും ആയിരിക്കത്തില്ല കൂടുതൽ ആൾക്കാരും വളർന്നു വന്നിട്ടുള്ളത്. എന്നിട്ടും കൂടുതൽ പേർക്കും സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഒക്കെ ഉണ്ടായേക്കാം. അപ്പൊ നമ്മുടെ ഒരു റിസൈലൻസ്, നമ്മൾ എങ്ങനെ കാര്യങ്ങളെ കാണും, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, അതൊക്കെ വെച്ചിട്ടും അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മാറാൻ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള എൻവയോൺമെന്റ്സിൽ വളർന്നു വന്നവർക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് അവരുടെ റിസൈലൻസ് കാരണം, അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് കാരണവും ഒക്കെ ഉണ്ടായെന്നിരിക്കാം. അപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ മാറില്ല, നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കാനോ മറ്റുള്ള ആളെ ബ്ലെയിം ചെയ്യാനോ ആയിട്ട് ആവരുത്. ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ബേസ് ചെയ്തിരിക്കും നമ്മൾ എങ്ങനെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യുന്നു എന്നുള്ളത്. ഈവൻ രണ്ട് സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തന്നെ റിലേഷൻഷിപ്പിൽ ഓഫ് കോഴ്സ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പൊ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള രണ്ട് പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ആ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാനും ഒക്കെ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. അതേസമയം ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷന് ശ്രമിക്കുമ്പോഴത്തേക്കും അത് ചെറിയ കാര്യത്തിനെ വലുതായി കണ്ട് പ്രശ്നം വലുതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ഒരു എൻഡ് റിസൾട്ട് ആയിട്ട് കോൺഫ്ലിക്ട് റിസോൾവ് ആകുന്നില്ല. അതുപോലെ തന്നെ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവര് ഇത്തരത്തിൽ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. കാരണം അവർക്ക് വൾണറബിൾ ആവേണ്ടി വരും, ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ നടത്തേണ്ടി വരും. കൂടുതൽ ആൾക്കാരും അതിങ്ങനെ ഉള്ളിലൊതുക്കി അങ്ങനെ കൊണ്ടുപോകുന്നത് കാരണം ഇത് ക്യുമുലേറ്റീവ് എഫക്ട് കാരണം ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പാർട്ട്ണറിനും ഇത് വളരെയധികം ഡിസ്റ്റന്റ് ആയിട്ട് തോന്നാനും ആ ബന്ധം അങ്ങനെ പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ കമ്മിറ്റ്മെന്റ് ഫിയർ കാരണം, ലവ് ഈക്വൽ ടു ഫിയർ എന്നുള്ളൊരു ഇക്വേഷൻ അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിനെ മനഃപൂർവ്വം അവരെ ഇല്ലാതാക്കാനും അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പിന്നെയും ക്ലോസ്നെസ് സീക്ക് ചെയ്ത് പോകാനും അത് എക്സീഡ് ചെയ്യുമ്പോൾ പിന്നെ അതിൽ നിന്ന് മാറിപ്പോകാനും, അപ്പൊ അവരും കോൺഫ്ലിക്ട് റെസൊല്യൂഷന് ശ്രമിക്കാത്ത ആളുകളാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ഡിഫറെന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമ്മൾ അറിയുന്നത് കൊണ്ട് നമ്മളൊരു സ്പെക്ട്രത്തിൽ കിടക്കുന്ന ആൾക്കാരാണ്, നമ്മളൊരു ബോക്സിലായിരിക്കണം എന്നല്ല. നമുക്ക് ചില ട്രേറ്റ്സ് ആയിരിക്കും ഉള്ളത്. അതായത് നമ്മൾ മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാരും സെക്യൂർ ആയിരിക്കും വിത്ത് ഇൻസെക്യൂർ ട്രേറ്റ്സ് ആയിരിക്കും. പക്ഷേ ഈ സ്പെക്ട്രത്തിന്റെ അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും കിടക്കുന്ന ആളുകളുണ്ട്. വളരെ സെക്യൂർ ആയിട്ടുള്ളവരും വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ളവരും ഉണ്ട്. ഞാൻ കൂടുതൽ ആളുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്തരം ട്രേറ്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാൻ സാധ്യതയുള്ള, നമ്മളെ ഹീൽ ചെയ്യാൻ സമ്മതിക്കാത്ത ഇത്തരം സംഭവങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഹീൽ ആവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പാർട്ട്ണറിനെ നമ്മുടെ ഹീലിങ്ങിന് വേണ്ടി റിലേ ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ പാർട്ട്ണറിന് ഒരിക്കലും ഇത്തരത്തിലുള്ള ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ളവർ ഓവർ ബേർഡൻ ചെയ്യാനായിട്ട് പാടില്ല. കൂടുതലും നമ്മളുടെ ഒരു ഇന്നർ വർക്കും റിസൈലൻസും കാരണമുള്ള നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ അത് ഏറ്റെടുക്കണം. നമ്മൾ ഒരിക്കലും ഗ്രോത്തിനോട് മുഖം തിരിച്ചു നിൽക്കാനായിട്ട് പാടില്ല. എല്ലാവർക്കും ആഗ്രഹമില്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ സമാധാനമായിട്ട് സന്തോഷത്തോടെ നിൽക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ വൂണ്ടഡ് ആയിട്ടുള്ള ചൈൽഡാണ് നമ്മളെ പിടിച്ചു വലിക്കുന്നത്. അപ്പോൾ അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ നിന്ന് നമ്മൾ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ പ്ലേസിൽ നിൽക്കാം. ചെറുപ്പത്തിൽ ശരിയാണ് നമുക്കൊരു സേഫ്റ്റി കിട്ടിയിട്ടില്ല, ട്രസ്റ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ജീവിതകാലം മൊത്തം നമ്മൾ അൺസേഫ് ആണ് അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടിൽ ജീവിക്കുന്നത് ഈസ് ലൈക്ക് നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ ടോർച്ചർ ചെയ്യുക, നമ്മുടെ ഒരു നല്ല ജീവിതത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കി കളയുന്നതിന് തുല്യമാണത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഇത്തരം അറ്റാച്ച്മെന്റ് ട്രേറ്റ്സിനെ പറ്റിയൊക്കെ അവെയർ ആകുന്നത് റിലേഷൻഷിപ്സിനെ സംബന്ധിച്ചിടത്താണെങ്കിലും കോൺഫ്ലിക്ട് റെസൊല്യൂഷനെ സംബന്ധിച്ചിട്ടാണെങ്കിലും നമ്മുടെ പാർട്ട്ണറിനെ മനസ്സിലാക്കുന്ന സംബന്ധിച്ചിടത്തോളം ഓൺ സെൽഫ് ഫീലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഒരിക്കലും ഒരു പോപ്പുലർ സൈക്കോളജി അല്ലെങ്കിൽ ഒരു സ്യൂഡോ സൈക്കോളജി ടോപ്പിക് അല്ല ഇത്. അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയുന്നത് വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള, പ്രൂവൺ ആയിട്ടുള്ള, റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള തിയറീസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ബോക്സിലിട്ട് അടയ്ക്കുമ്പോൾ പറ്റുന്നത് ഒരു പോപ്പുലർ സൈക്കോളജി ടോപ്പിക് പോലെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊരു സ്പെക്ട്രമാണ്, വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എക്സ്പെരിമെന്റ്സും അതുപോലെ തന്നെ ഇത്തരം അറ്റാച്ച്മെന്റ് ഇൻസെക്യൂരിറ്റീസിൽ നിന്നും നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.